നമുക്ക് തലവേദന നമ്മൾ എവിടെയാണ് തലവേദന എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കും. ഒരു വശം മാത്രം വരുന്ന തലവേദനകൾ പലപ്പോഴും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരാറുണ്ട്. വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ? മൊത്തത്തിൽ വരുന്ന വേദന പലപ്പോഴും നമ്മൾ ഈ മൈഗ്രെയിൻ അല്ലെങ്കിൽ ഇപ്പോൾ ഉറക്കക്കുറവ്, അങ്ങനെ എന്ത് രീതിയിൽ ടെൻഷൻ, ഹെഡേക്സ് ഇതിലൊക്കെ വരാം. അപ്പോൾ നമ്മൾ തലയുടെ പുറകുവശത്ത് വരുന്ന വേദന കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കും, തലയുടെ പുറംഭാഗത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു എന്താ പറയുക, ശ്രദ്ധിക്കേണ്ട തലവേദനകൾ തന്നെ ഒരു വശം മാത്രം വരുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് വിട്ടുമാറാതെ വരുന്നത്, പിന്നെ ചുമക്കുകയോ തുമ്മുകയോ അല്ലെങ്കിൽ അങ്ങനെ സ്ട്രെയിൻ ചെയ്യുമ്പം കൂടുന്ന തലവേദനകൾ, പിന്നെ അതിൻ്റെ കൂടെ വേറെ രോഗലക്ഷണങ്ങൾ വരികയാണെങ്കിൽ ഇപ്പം കാഴ്ചയ്ക്ക് മങ്ങലോ, രണ്ടായിട്ട് കാണുമോ, സംസാരത്തിന് വ്യത്യാസം, അതായത് എന്തെങ്കിലും ന്യൂറോളജിക്കൽ സയൻസ് നമ്മൾ യൂഷ്വലി അതിൻ്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് വരിക, മരവിപ്പ് മുഖത്തിനോ അല്ലെങ്കിൽ കേൾവിയിൽ വ്യത്യാസം വരികയോ, ചെവിയിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ കൂടുതലായിട്ട് തോന്നുകയോ, കഴുത്തിലോട്ട് വേദന വരികയോ, അപ്പം അങ്ങനെ വേറെ എന്തെങ്കിലും അനുബന്ധമായ പ്രശ്നങ്ങളും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഒരു വശം ഇപ്പം നമ്മൾ ഇവിടെ വരുന്നു പിന്നെ ഇപ്പോഴത്തെ വരുന്നു, അങ്ങനെ മാറി മാറി വരുന്ന തലവേദനകൾ പലപ്പോഴും നമുക്കൊരു പ്രത്യേകിച്ചൊരു നമ്മളിതൊക്കെ ഒരു ജനറൽ റൂൾസ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എപ്പോഴും നമ്മൾ ഒരു സൈഡ് മാത്രം എപ്പോഴും വരുമ്പോൾ നമ്മളിപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും അപ്പോൾ അത് എന്തെങ്കിലും ഒരു അണ്ടർലൈൻ കാരണം ഉണ്ടാവാം എന്നാണ് നമ്മൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു സൈഡ് മാത്രമായിട്ട് വരികയാണ്, നമ്മൾ സ്ട്രെയിൻ ചെയ്യും, ഇപ്പം വയറ്റിൽ നിന്ന് പോവോ അല്ലെങ്കിൽ അങ്ങനെ പോയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ തലവേദന ശക്തി. ഇപ്പോൾ എന്ത് തലവേദനകളാണെങ്കിലും നമ്മൾ തല അനക്കുമ്പോൾ കുറച്ച് വേദന കൂടുതൽ വരാം. പക്ഷേ നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെയൊക്കെ അത് വരുമ്പോൾ പലപ്പോഴും നമ്മളതൊന്ന് കാണിച്ച് എന്താ കാരണം എന്നുള്ളതൊന്ന് കണ്ടുപിടിക്കേണ്ടത് എപ്പോഴും അത്യാവശ്യമാണ്. എന്നുവെച്ചാൽ ഒരു ചെറിയ ശതമാനം നമുക്ക് കുറച്ചുകൂടെ പ്രശ്നമുള്ള തലവേദനകളുണ്ട്. ഇപ്പം നമ്മൾ തലയിലകത്ത് തലച്ചോറിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ അതൊക്കെ നമ്മൾ മിസ് ചെയ്യാതിരിക്കാനും അപ്പോൾ അതിനൊക്കെ വേണ്ടി പലപ്പോഴും നമുക്ക് കൂടുതൽ പരിശോധനകൾ ആവശ്യമായിട്ട്, സ്കാനുകളൊക്കെ ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പം എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ. പിന്നെ ചിലർക്ക് പലപ്പോഴും പേടിയാണ്, തലയിൽ ട്യൂമറാണ്, തലവേദന വന്നാൽ ഉടനെ ട്യൂമർ, ആ ഒരു എക്സ്ട്രീമും ഉണ്ട്. പക്ഷേ നമുക്കൊരു തീർച്ചയായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് ചിലപ്പോൾ എല്ലാ അസുഖങ്ങൾക്കും നമുക്കൊരു ക്ലിനിക്കൽ സയൻസ് ഒന്നും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതിനാണ് പലപ്പോഴും ഈ ടെസ്റ്റുകളും അല്ലെങ്കിൽ ഈ സ്കാനുകളൊക്കെ നമ്മളെ സഹായിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സ്കാൻ ഇപ്പം തലവേദനകൾ മാറുന്നില്ല ചികിത്സിച്ചിട്ട്, മരുന്നുകൾ അത്യാവശ്യം തന്നിട്ട് മാറുന്നില്ല, അല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നു, ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ പ്രശ്നങ്ങൾ വരിക, ഇങ്ങനെയുള്ളൊക്കെ സമയത്ത് നമുക്ക് പലപ്പോഴും അത് സ്കാൻ ചെയ്ത് നോക്കി വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നും കൂടെ ഉറപ്പ് വരുത്തേണ്ട കാര്യമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്കതിനകത്തൊരു ഡയഗ്നോസിസ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു ഡോക്ടറെ കാണിച്ച് അതിനുള്ള ചികിത്സ ചെയ്യണം. പക്ഷെ ഇപ്പോൾ ഒരു തലവേദന വരികയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ആദ്യമായി കൊടുക്കുന്നത് വേദന സംഹാരികൾ തന്നെയാണ്. എന്നുവെച്ചാൽ ആ സമയത്ത് തലവേദന മാറാൻ നമുക്ക് വേദന സംഹാരികൾ കൊടുക്കേണ്ടി വരും. പിന്നെ എന്ത് രീതിയിലുള്ള വേദന സംഹാരികൾ കൊടുക്കണം എന്നുള്ളത് ആ ഒരു വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. അതായത് ഇപ്പോൾ കിഡ്നി സംബന്ധമായ അസുഖങ്ങളോ ലിവർ സംബന്ധമായ അസുഖങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ചില വേദന സംഹാരികൾ കൊടുക്കാൻ പറ്റില്ല. ഒരു ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിൽ നമുക്ക് വേദന സംഹാരികൾ കൊടുക്കുന്നതിന് പ്രശ്നമില്ല. വയർ സംബന്ധമായ പ്രശ്നങ്ങളോ ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ട് വരാം. അപ്പോൾ തീർച്ചയായും ഒരു തലവേദന വന്നാൽ ആദ്യമായിട്ട് വേദന സംഹാരികൾ തീർച്ചയായിട്ടും വേണ്ടി വരും. പിന്നെ ഇതിൻ്റെ ആ ഒരു രീതി അനുസരിച്ച് ഇത് തുടർച്ചയായിട്ട് വരുന്നതാണ്, അടുപ്പിച്ച് വരുന്നതാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ നമ്മൾ പ്രോഫിലാക്റ്റിക് ഡ്രഗ്സ് എന്ന് പറയും. ആ മരുന്നുകൾ കുറച്ച് നാൾ തുടർച്ചയായിട്ട് ഡെയിലി കഴിക്കേണ്ടതാണ്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ ഏതാനും മാസങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് തലവേദന വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിച്ച് അതിനുള്ള ചികിത്സ ചെയ്യണം. ഒരു വേദന സംഹാരികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാസത്തിൽ 1-2 എണ്ണത്തിൽ കൂടുതൽ കഴിക്കുന്നതും നമുക്ക് അപകടകരമാണ്. പിന്നെ ഓരോരുത്തരുടെ ശരീരാവസ്ഥ അല്ലെങ്കിൽ രോഗാവസ്ഥകൾ അനുസരിച്ച് വേണം മരുന്നുകൾ കഴിക്കാൻ. നമ്മൾ വെറുതെ എടുത്ത് കഴിക്കാനുള്ള മരുന്നുകളല്ല വേദന സംഹാരികൾ. പിന്നെ ചിലർക്കൊന്ന് ഉറങ്ങിയാൽ മാറുന്നവരുണ്ട്, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് റെസ്റ്റ് ചെയ്യാം. പിന്നെ ചിലർക്കൊന്ന് ചെറുതായിട്ട് ബാമൊക്കെ ഇട്ടൊന്ന് തിരുമ്മിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസം വരുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ അങ്ങനത്തെ ഇതുള്ള രീതികളിൽ റെസ്റ്റ് ചെയ്താൽ മാറുന്നതൊക്കെ ഉണ്ട്. കൂടുതൽ സമയം ഐ സ്ട്രെയിനുള്ള ജോലികളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്ത് മുഖം തണുത്ത വെള്ളത്തിൽ കഴുകി കുറച്ച് നേരം കണ്ണടച്ചിരുന്ന് കുറയുന്നതുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ പൊടിക്കൈകളിലൊക്കെ വ്യത്യാസം വരുന്നതാണെങ്കിൽ ഇപ്പോൾ ചിലർ നെറ്റിയിൽ ബാമിട്ട് തിരുമ്മി കഴിയുമ്പോൾ അവർക്ക് കുറയും. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലൊക്കെ കുറയുന്നതാണെങ്കിൽ അതും ഒരു ആക്സെപ്റ്റഡ് ഇതിൽ ചെയ്യുന്നതിനും കുഴപ്പമില്ല. പക്ഷേ തുടർച്ചയായിട്ട് വരുന്ന തലവേദനകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം.